വളരെ സന്തോഷം, നല്ല സന്തോഷകരമായ നിമിഷമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ദുഃഖകരമായിട്ടൊരു നിമിഷം കൂടി വന്നു. അത് പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത്. ഞങ്ങളെ MLA ആണ് സിദ്ദീഖ് MLA. ആ ദുരന്തം അനുഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചൊരു MLA ആണ്. പക്ഷെ ഒരു പറ്റ ആളുകൾ ഇത് കൂവാനായിട്ട് വന്നതാണോ എന്ന് ബലമായൊരു സംശയമുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ഇത് വലിയൊരു പരിപാടിയാണ് നടക്കുന്നത്. ആ MLA നെ അപമാനിച്ചതിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. രാഷ്ട്രീയവും അഭിപ്രായങ്ങളുമൊക്കെ പലർക്കും പലതായിരിക്കും. പക്ഷേ ഒരു ജനപ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇപ്പോൾ സർക്കാർ അത്രമാത്രം CPM-ന് ടി സിദ്ദീഖിനോട് ഇത്രമാത്രം പകയുണ്ടായിരുന്നെങ്കിൽ ടി സിദ്ദീഖിന് ആ പരിപാടിക്ക് ക്ഷണിക്കാതിരുന്നാൽ പോരെ? സർക്കാരാണല്ലോ ക്ഷണിക്കുന്നത്, സർക്കാർ ക്ഷണിക്കാതിരുന്നാൽ പോരെ? അപ്പോൾ സർക്കാരിന് മറ്റൊരു ഒരു 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 താല്പര്യമുണ്ടായിരുന്നു. ടി സിദ്ദീഖിനെ അവിടെ വിളിക്കണം, വിളിച്ചു വരുത്തണം, എന്നിട്ട് അപമാനിക്കണം. പക്ഷേ ഈ അപമാനം കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ടി സിദ്ദീഖ് എന്ന് പറയുന്ന കൽപ്പറ്റയുടെ ജനപ്രതിനിധിക്ക് അത് വലിയ ഒരു മൈലേജായി മാറി, ഇന്ധനമായി മാറി എന്നുള്ളതാണ് ഈ കൂക്കൽ കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ. അപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ, ഈ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അത് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തീരാ ആഘാതമായിരുന്നു, കേരളക്കരയെ ഒന്നടങ്കം. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ വളരെ നിസ്വാർത്ഥരായിക്കൊണ്ട് അത്തരമൊരു ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കണം, അങ്ങനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഒരു ദുരിതാശ്വാസ ഫണ്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്ര ആളുകളാണ് സംഭാവന ചെയ്തത്? CPM-കാരായിട്ടുള്ളവർ അല്ലാത്തവർ. ഇപ്പോൾ 740 കോടി രൂപയും നൽകിയത് CPM-കാരല്ലോ, അല്ല, CPM-കാരല്ലാത്ത എത്രയോ ആളുകൾ കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് നൽകി, അല്ലേ? എന്തിന് മലയാളി അല്ലാത്ത ആളുകൾ പോലും, അല്ലേ? കേരളത്തിന് പുറത്തു നിന്നുള്ള എത്ര ആളുകളാ? എല്ലാവരും CPM-കാരായതുകൊണ്ടാണോ? അല്ലല്ലോ. അത് ഈ രാജ്യത്തുള്ള ഒരു നിയമ സംവിധാനമാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ ആ ദുരിതബാധിതരെ അവരുടെ ആ ഒരു ദുരിതം കണ്ട് മനസ്സലിഞ്ഞ് അവരെ കൈ പിടിച്ചുയർത്തണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഇന്നലെയൊക്കെ നിരന്തരമായിട്ട് ടി സിദ്ദീഖ് ദുരന്തമുണ്ടായ സമയത്ത് ഈ ദുരിതബാധിതർക്ക് നേരിട്ടെത്തി ചെയ്തു കൊടുത്ത പല സഹായങ്ങളും അതൊക്കെ മുന്നിൽ നിന്ന് ചെയ്തതിൻ്റെയും പല ദൃശ്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക, പല ന്യൂസ് ചാനലുകളും ഒക്കെ പുറത്ത് വിട്ട. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ദുരന്തമുണ്ടായിട്ട് ഈ ദുരന്തം ദുരന്തത്തിൻ്റെ വാർത്ത ജനങ്ങൾ കേരളത്തിൻ്റെ കാതുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ പ്രദേശത്തെത്തി ഈ ദുരിതബാധിതരെ നേരിട്ടെത്തി അവരോടൊപ്പം നിന്ന് ദുരന്തത്തെ നേരിട്ട വ്യക്തിയാണ് ടി സിദ്ദീഖ് എന്ന് പറയുന്നത്, അല്ലേ? ആ ടി സിദ്ദീഖിനെ അയാൾ അർഹിച്ചതായിരുന്നില്ല ആ കൂക്കുവിളി എന്നുള്ളതാണ്. ഇപ്പം ജനം പ്രതികരിച്ചു തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു മൈലേജായി, അയാൾക്കുള്ള ഒരു ഇന്ധനമായി എന്നുള്ളത്. അപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ വരിക. അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ വ്യക്തമായ കളികളാണ്, PR ടീമിൻ്റെ കളികളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ചില ആളുകൾ, ചില പ്രവർത്തകർ, ചില CPM-ൻ്റെ DYFIയുടെ ചില വയനാട്ടിൽ നിന്നുള്ള ചില ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ ഈ പരിപാടിയുടെ വേദിയിലേക്ക് എത്തിച്ചു. അവരോട് പറഞ്ഞു ടി സിദ്ദീഖ് വരുമ്പോൾ കൂക്കണം, കൂക്കി വിളിക്കണം. അതനുസരിച്ച് അവർ ഇത് ചെയ്തു. നെറികെട്ട നാണം കെട്ട ഏർപ്പാട്, അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ കൂക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൂക്ക് വിളി കേൾക്കേണ്ടത് കേരളത്തിൽ അയ്യൻ്റെ സ്വർണം കട്ട വ്യക്തി, ആ വ്യക്തിക്ക് കഞ്ഞി കൊടുത്ത വ്യക്തി, ഇവരെയൊക്കെയാണ് കൂക്കി വിളിക്കേണ്ടത്. കൂക്കി വിളിക്കുക മാത്രമാണോ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രേക്ഷകരായ നിങ്ങൾ തീരുമാനിക്കുക. കൂക്കുക മാത്രമല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനപ്പുറം പലതും ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മുന്നിൽ കാണുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുമ്പോൾ എന്താ പ്രശ്നം ഇത് ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പുനരധിവാസം തന്നെ സർക്കാർ ചെയ്യുന്നതിലും നല്ല ഭംഗിയായിട്ട്, വളരെ ചടുലമായിട്ട്, വളരെ ഈസി ആയിട്ട്, എത്രയോ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലീഗ് മാതൃക ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ
അധികാരങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു. എന്നാലോ സർക്കാരിന് ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു വലിയ ബാലി കയറാ മലയായി ഇതൊക്കെ അവശേഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ ജനം അത് വിലയിരുത്തുകയാണ്. അത്തരത്തിലൊരു വിലയിരുത്തലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇന്നലെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ടി സിദ്ദിഖിനെ അപമാനിച്ചിട്ട് അങ്ങോട്ട് ഇറക്കി വിടാമെന്ന് കരുതിയവർക്ക് ഈ ടി സിദ്ദിഖിൻ്റെ ജനം, കൽപ്പറ്റയിലെ ജനം, അവർ ടി സിദ്ദിഖിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ലെന്നേ, ഈ പറയുന്ന മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം ഈ പ്രദേശങ്ങളിലെ ദുരിതബാധിതർക്കൊക്കെ വളരെ കൃത്യമായ ബോധ്യമുണ്ട്. എന്താണ് ആ ബോധ്യമെന്ന് പറയുന്നത്? ആ ബോധ്യമെന്ന് പറയുന്നത് ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാൻ ആ ഒരു പൊട്ടി ഒലിച്ച് കുത്തിയൊഴിച്ച് പോയ ആ നിമിഷം മുതൽ അവരോടൊപ്പം ടി സിദ്ദിഖ് എന്ന് പറയുന്ന കൽപ്പറ്റയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിലും ഇപ്പോൾ ടി സിദ്ദിഖിന് ഇതിന് വലിയ മൈലേജായി എന്ന് പറയാണ്ടായ കാരണം കൽപ്പറ്റയിലെ ജനങ്ങൾ, ടി സിദ്ദിഖിൻ്റെ വോട്ടർമാരായിട്ടുള്ള ജനങ്ങൾ ഈ കൂകി വിളിക്കലിന് ശേഷം അവരൊന്നുകൂടി ആക്റ്റീവായി, അവരൊന്ന് ഉണർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിലും ഇപ്പോൾ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ മണ്ഡലത്തിലെ അയാളുടെ വോട്ടർമാരായിട്ടുള്ള ആളുകളുടെ കാര്യം നോക്കിയാൽ മതി. കാരണം അവരെ വോട്ടാണ് അയാളുടെ ജയവും പരാജയവും അയാളുടെ ബാക്കിയുള്ള ഒക്കെ സ്വാധീനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം. പുറത്തു നിന്ന് വന്ന ആരോ കൂക്കി വിളിച്ച് ഏതൊക്കെയോ ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട, ഏരിയ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് കൂക്കി വിളിച്ച് എന്തോ അങ്ങ് സിദ്ദിഖിനെ മൂക്കിൽ വലിച്ചു കയറ്റാം എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മനസ്സിലായില്ലേ? ഇപ്പോൾ കൂക്കി വിളിക്കാനാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികം കൂക്കി വിളി നേരിടേണ്ട വ്യക്തി പിണറായി വിജയനാണ്. കാരണം എന്താ? ശബരിമലയിലെ അയ്യൻ്റെ പൊന്ന് കട്ട കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവനാണ് ആര്? പിണറായി വിജയൻ. അപ്പോൾ കൂക്കിവിളി ഏറ്റവും അർഹതപ്പെട്ടവൻ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം കൂകി വിളികൾക്ക് അതൊരു ഈ പേപ്പട്ടികൾ ഓരിയിടുന്നത് പോലെ, കുറുക്കന്മാർ ഓരിയിടുന്നത് പോലെ എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അതൊരു മാനസിക പരിഗണന ഉള്ളതല്ല ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ശ്രീ സിദ്ദിഖ് അതിന് അർഹനാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ്. ദുരിതബാധിതർക്ക് വേണ്ടി അയാൾ എണ്ണയിട്ട യന്ത്രം പോലെ അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ടി സിദ്ദിഖ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആർക്കറിയാം? ദുരിതബാധിതർക്കറിയാം. കാരണം അവരാണത് അനുഭവിച്ചവർ. ചേർത്ത് പിടിക്കലും കൂടെ നിൽക്കലും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും ഒക്കെ ആയിട്ട് അത് അനുഭവിച്ചവരവരാണ്. അതുകൊണ്ട് അവർക്കാർക്കും ടി സിദ്ദിഖിനെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ നോക്ക്, ഇന്നലെ ഇപ്പോൾ ഈ ടൗൺഷിപ്പിലെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ആളുകൾ, ആ ആളുകൾ ടി സിദ്ദിഖ് വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അവർ സിദ്ദിഖിനൊപ്പം കൂടുകയാണ്. അതെന്തുകൊണ്ടാ? സിദ്ദിഖിനെ അവർക്ക് അറിയുന്നത് കൊണ്ട് അല്ലേ? അത്തരം ദൃശ്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ടി സിദ്ദിഖ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അയാളുടെ പേജിൽ കയറണ്ട. ടി സിദ്ദിഖുമായി ബന്ധപ്പെട്ട് ന്യൂസ് ചാനലുകളിലും അല്ലാതെയും വന്നിരിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതത്തിന് ശേഷമുള്ള ടി സിദ്ദിഖിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള നെറികെട്ട ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനമല്ല നമുക്ക് വേണ്ടത്. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത്, സർക്കാരിനെ ജനം വിലയിരുത്തുന്നു എന്നുള്ളത് സർക്കാരിനും പിണറായി വിജയനും ബോധ്യമായതുകൊണ്ടാണ്. ആ വിലയിരുത്തൽ അനുകൂലമല്ല എന്നും ഇവർക്ക് ബോധ്യമായതുകൊണ്ടാണ്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അതിലൂടെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ശ്രമമെന്ന് പറയുന്നത്. അത്തരത്തിൽ ചില കോപ്രായങ്ങൾ നമ്മൾ എവിടെ കണ്ടു? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെ കണ്ടു? സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ കഴിഞ്ഞ ദിവസം DYFI ഒരു കണ്ടെയ്നറിൽ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കണ്ടെയ്നറിൽ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന സാധനങ്ങളുടെ പുറത്ത് DYFI എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിം ലീഗ് കൊടുത്ത ഒരു സാധനത്തിന് പുറത്തോ അകത്തോ എവിടെയും മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾക്ക് ആർക്കും എവിടെയും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് എന്ന് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് എന്ന് എഴുതി വെക്കാനാണെങ്കിൽ മുസ്ലിം ലീഗ് കൊടുത്ത ഒരുപാട് സാധനങ്ങളുണ്ട്, എഴുതി വെക്കാമായിരുന്നു. അത് ചെയ്തിട്ടില്ല, അത് ചെയ്യുകയുമില്ല. മാത്രമല്ല, മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം വീടുകൾ കൊടുത്തപ്പോൾ ആ വീട് താക്കോലും അതിൻ്റെ രേഖകളും കൈമാറിയ പിന്നെ അവരുടെ കയ്യിലെത്തിയപ്പോൾ പിന്നീട് അങ്ങോട്ട് ഈ മുസ്ലിം ലീഗിന് അതിൽ യാതൊരുവിധ അവകാശവുമില്ല. ഒരിക്കലും ഇനി അത് ഉണ്ടാവുകയുമില്ല. എല്ലാ അർത്ഥത്തിലും 100% ആർക്കാണോ അത് ലഭിച്ചിരിക്കുന്നത് അവരുടേതായി മാറി എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അന്തം കമ്മി അടിമകൾ, പിണറായി വിജയൻ്റെ തീട്ട് നിൽക്കുന്ന അടിമകൾ, കുറച്ചുകൂടി മാന്യത, അതുപോലെ മെച്യൂരിറ്റി, മര്യാദ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി അത് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ തീട്ടം നക്കൽ രാജാവിൻ്റെ മുമ്പിൽ മാത്രം മതി. അത് ഈ പൊതുമധ്യത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഈ തീട്ടം നക്കുന്ന ഏർപ്പാട് അത് സ്വയം വഷളാവാനേ അതുകൊണ്ട് കാര്യമുണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധ്യമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് ഒരു അഭ്യർത്ഥനയാണ്.